ടി കെ റിജിത്ത്. റിജിത്ത് ഇപ്പോ ഉന്മേഷിന്റെ അച്ഛൻ വന്നിട്ട് പോയില്ലയോ? ഉന്മേഷ് അച്ഛൻ പോകുന്ന പോക്കിൽ ഒരു ബൊമ്പ് പൊട്ടിച്ചിട്ടാ പോയി. മമ്മൂട്ടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം. ഇതെങ്ങനെ ഇടുക്കിയിലെത്തി ഈ വാർത്ത? പിന്നെ അപവാദങ്ങൾ നമ്മുടെ സ്റ്റാഫിന്റെ ഇടയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതായത് ഈ ഇവിടെ ബിന്ദിയ റിജിത്തിന്റെ ഭാര്യ വന്നല്ലോ കഴിഞ്ഞ ഞായറാഴ്ച. വന്നതിന് ശേഷം റിജിത്ത് വളരെ മൗനിയായിരിക്കുന്നു. വിഷാദ രോഗത്തിന് താങ്കൾ അടിപ്പെട്ടോ? ഈ വന്നതുകൊണ്ടല്ല, അല്ലാതിരിക്കുന്നു പനി പിടിച്ചു. അയ്യോ, ആകപ്പാടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അതും പോയോ? അല്ല, ആരാധകർ വിചാരിച്ചിരുന്നത് റിജിത്ത് വിവാഹം കഴിച്ചിട്ടില്ല. റിജിത്ത് പൊതുവെ റിജിത്തിന്റെ ഒരു നിലപാട് അങ്ങനെ ഗൗരവക്കാരനാണോ? അല്ല സ്കേൻ, അങ്ങനെ ഗൗരവക്കാരനൊന്നുമല്ല. അല്ല, പൊതുവെ വീട്ടിലൊക്കെ എങ്ങനെയാ? വീട്ടിലെ ഓഫീസിലൊക്കെ ഞാൻ ഒരുപോലെയാണ്. അല്ല, പ്രേക്ഷകര് വളരെ കർക്കശമായിട്ട് വിമർശിക്കുകയും നല്ല ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രതികരണം നേരെയാവോ? ഇല്ല സ്കേൻ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചീത്ത വിളിക്കുന്നതും അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇല്ല ഇല്ല, അങ്ങനെ സാധാരണനാണ്. ഇല്ല, എനിക്ക് അത് അങ്ങനെ ഇല്ല. കൊയിലാണ്ടിക്കാർ പൊതുവെ വലിയ ഭാവവ്യത്യാസം. ജനിച്ചത് കൊയിലാണ്ടിയിലല്ലേ? വളർന്നതോ? വളർന്നതും കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി തിരിച്ചു പോകാൻ പറ്റുന്ന അവസ്ഥയാണോ ഇപ്പൊ? അതെ, ഞാൻ പോയി വന്നോളൂ. അവിടെ പോയിട്ട് നോക്കി പോകാൻ പറ്റുമോ? അപ്പൊ ഈ ഇത്രയും കാലം റിജിത്ത് പല വാർത്തകളും വായിച്ചു, പല പരിപാടികളും അവതരിപ്പിച്ചു. ഇപ്പോൾ പൊതുജനം കഴുതയല്ല, പൊതുജനം ബുദ്ധിമാന്മാരാണ് എന്നെല്ലാം വായിച്ചെങ്കിലും ഇത്രയും കാലം വായിച്ചെന്നുള്ള അനുഭവത്തിൽ ഞാൻ ചോദിക്കുന്നത്, റിജിത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാർത്ത ഏതാണ് എന്നുവെച്ചാൽ അവതരിപ്പിക്കാൻ? റിജിത്തിൻ്റെ മുഴുവൻ സാധ്യതയും പുറത്തെടുക്കാൻ പറ്റുന്ന? മുഴുവൻ സാധ്യത എടുക്കാൻ പറ്റത്തില്ല. എന്നെ ഏൽപ്പിക്കുന്നതല്ല ഞാൻ ചെയ്യും. എന്റെ റിജിത്ത് ഡയലോഗാണ്, ചെറിയ കാര്യമല്ല. സനുവിനോട് ബിജിഎം ഇടാൻ പറയണത്. അപ്പൊ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു ജോലി പറയും. അതായത് ഇനി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നൊരു ജോലി പറഞ്ഞു. എന്നെ ഇവിടെ ഏൽപ്പിച്ച എല്ലാ ജോലിയിലും ഞാൻ സംതൃപ്തരാണ്. ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. നമ്മൾ എന്താ പറയാ? നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയുന്ന ഒരാളോട് പറയാൻ പറ്റുമോ? ഇനി എന്തേൽപ്പിച്ചാലും ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ പറയും ചീഫ് എഡിറ്റർ ജോലി എന്നൊക്കെ പറഞ്ഞാലും. പക്ഷേ ദീപക, ഇവിടെ ഒരു ഇത്രയും പേരിൽ ഒരു മാന്യനായ ഒരാളുണ്ട്, നമ്മുടെ സുഹൈൽ. കുറ്റവാളികളെ ഉപദേശിക്കുന്ന 24-ലെ ഏക മനുഷ്യൻ. ഞാൻ കൊല്ലത്ത് കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഹൈലിനെ അങ്ങോട്ട് അയച്ചാലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ട്. ലൈൻ കിട്ടി നമ്മൾ ചോദിച്ചേനെ. സുഹൈലെ ഉപദേശങ്ങൾ എങ്ങനെ നന്നായി പോകുന്നുണ്ടോ? ഏറ്റവും അവസാനമല്ലേ ഉപദേശിക്കുന്നത്? ഏതെങ്കിലും ഒരാൾ നന്നായതായിട്ട് അറിയിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഞാൻ രാവിലെ വരുമ്പോ നമുക്ക് ഫയൽ കുറവായിരിക്കും, കേസുകളൊക്കെ. ഞാൻ അങ്ങനെ കരുതും, ഉപദേശം കേട്ട് ക്രൈമൊക്കെ ആളുകളൊക്കെ നേരെ ആയിട്ടുണ്ടെന്ന്. അല്ലെ, ഞാൻ പറയുന്നത് ഈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 കപ്പ് അതിനും കൊടുക്കാം. അതായത് സുഹൈലിന് ഉപദേശം കിട്ടി നന്നായിട്ടുള്ള ഏതെങ്കിലും സ്ഥിരം കുറ്റവാളികളുണ്ടെങ്കിൽ വിവരം അറിയിക്കുക എന്നുള്ളത്. അവർക്കും കപ്പ് കൊടുക്കും, അവരും ചായ കുടിക്കണമല്ലോ. ഈ ജയിൽ വകുപ്പൊക്കെ പിന്നെ എനിക്ക് എതിരാവും, അങ്ങനെ പ്രശ്നമുണ്ട്. കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്രയും കാലത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റവാളി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ, അധികം വൈകാതെ കാണേണ്ടി വരും. ഒരാളെ ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്താം. എനിക്ക് അത്യാവശ്യം ചില കുറ്റവാളികളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ദീപകിനെ അല്ല ഉദ്ദേശിച്ചേ, അല്ലേ? ഞാൻ എൻ്റെ കയ്യിൽ ചില ആളുകളൊക്കെ ഉണ്ട്, അത് വേണമല്ലോ നിങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരു കൊട്ടേഷൻ പാർട്ടിയെ പരിചയപ്പെടുത്തരാം. പരിചയപ്പെട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു. അത് ഉപദേശം തരുന്ന ആളാ കേട്ടോ. സുഹൈലിന്റെ ഈ ഉപദേശം യഥാർത്ഥത്തിൽ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പ്ലേ. അന്തസ്സിനേൽക്കുന്ന മുറിവിന് മറ്റെന്തിനേക്കാളും ആഴമുണ്ട് സത്യം ശരി, കളക്ടർക്ക് ആവശ്യത്തിന് കൊള്ളാവുന്ന ശമ്പളവും അലവൻസുകളുമുണ്ട്. തൽക്കാലം ആരുടെയും സാമ്പത്തിക സഹായം ആവശ്യമില്ല, അതുകൊണ്ട് കുരുക്കിൽ പെടരുത്. വീഴ്ചലിനോടൊപ്പം പുകച്ചിലുമുള്ള മസാജ് പാർലർക്കെതിരെ നടപടി ശക്തമാക്കും. വന്യമൃഗങ്ങൾ കാടിറങ്ങുകയാണോ, മനുഷ്യൻ കാട് കയറുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഭൗതിക തലത്തിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ മനുഷ്യജീവന് സുരക്ഷ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഇത് എവിടേക്കാ സുഹൈലെ സംഭവിച്ചത്? മൂന്നാറിൽ പോയ വഴിയാണോ? അല്ല സാർ, ഞാൻ കോട്ടയത്ത് റിപ്പോർട്ടിങ്ങിന് പോയതാണ്. ഇപ്പുറം അതായത് ഏഷ്യാന്യൂസിലുള്ള സമയത്തെ അതിലൊരു തമാശ ഉണ്ട് സാർ. നമ്മൾ ഈ ദിവസം ഒരു സ്റ്റോറി ഷെഡ്യൂൾ ചെയ്യണം.
അപ്പൊ ഞാൻ എല്ലാ ദിവസവും കുമരകത്ത് പോയിട്ട് ഓരോ സ്റ്റോറികൾ ഇത് ചെയ്യും. കുമരകത്ത് അപ്പൊ കോട്ടയത്താണ്, അവിടെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും. അത് ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ? എപ്പോഴും പഞ്ചായത്തിനെതിരെ ഇങ്ങനെ ഹൗസ് ബോട്ട് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഒരിക്കലൊരു വാർഡ് മെമ്പർ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുമരകത്ത് പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് അവാർഡൊന്നും കൊടുക്കുന്നില്ല, എല്ലാ ദിവസവും ഇവിടെ നിന്ന് ഇങ്ങനെ വാർത്ത ചെയ്യണമെന്നില്ലെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞല്ലേ? അങ്ങനെ പോയിരുന്നപ്പോൾ എടുത്തതാണ്. ഈ ഷുഗലിന് ഇഷ്ടംപോലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട് സർ. അത്യാവശ്യം എവിടേക്കാ പ്രധാനമായിട്ട് കണ്ടാൽ തിരിച്ചറിയുന്നവരാണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഷുഗലിനെ അറിയാവുന്ന ഒരാൾ വരുന്നുണ്ട്, ഉപദേശിച്ച് നേരെയായ ഒരാളാ. ആളിനെ ഗസ് ചെയ്യാൻ പറ്റുമോ? എന്റെ ഓർമ്മയിൽ ആരില്ല സർ. എന്റെ ഓർമ്മയിലുണ്ട്. അതിഥിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് കം. വരൂ. വിജേഷേ നമസ്കാരം. വരൂ, ഇങ്ങോട്ട് വരും രണ്ടുപേരും ഇങ്ങോട്ട് വരും. വിജേഷേ, നമുക്ക് ഒരു വീഡിയോ കണ്ടാലോ? വിജേഷ് സുഹേലിന്റെ അടുത്ത കുറ്റിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതും കൂടെ കാണാം. പ്ലേ. നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടത് പേര്. ഞാൻ നിൽക്കണോ? വേണമെന്നില്ല. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ശരിയായിട്ടതാ. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഒരു വിജേഷ്, അപ്പൊ ഇത് കണ്ടല്ലോ. അപ്പൊ ഇത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം? ഇത് നമ്മള് എരുമേലിയില് പേട്ടതുള്ളലിന്റെ രാവിലെ അവിടെ എത്തിയതാണ്. അപ്പോൾ സുഹേലിനൊരു പ്രത്യേകത ഉണ്ട്. സുഹേൽ ഭയങ്കര എന്താ റിപ്പോർട്ടർ ആവാൻ പറ്റിയ ഒരാൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഒരു സോഫ്റ്റ് സ്റ്റോറിക്ക് പോവുകയാണെങ്കിൽ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ സുഹേൽ അവിടെ ഇരുന്ന് അവരോളം താഴ്ന്നിട്ട് അവരുടെ കൂടെ അങ്ങനെ ഒരാളാ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സുഹേലിന് അവിടെ ഓരോ ദിവസം ഒരു സ്റ്റോറി മസ്റ്റ് ആയിരുന്നു. പിന്നെ എരുമേലി പോയി അവിടെ പോയിട്ട് സുഹേലിന്റെ നന്മമരം അങ്ങ് ഉദിച്ച് പൊങ്ങി മനസ്സിൽ നന്മയുള്ള ആളാണ്. അപ്പോൾ സുഹേൽ അവിടുന്ന് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ പൈപ്പ് പൊട്ടി ഒഴുകുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മുടെ ബാക്കിൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ബാക്കിൽ 2 ലേഡി പിന്നെ പോലീസുകാരുണ്ട്, ചെറിയ KP ഇറങ്ങിയ ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ പുഷ്പിച്ചു. അങ്ങനെ പുഷ്പിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തെറിച്ച് വന്ന ഈ വെള്ളമായിരുന്നു. അത് അവൻ പോയിട്ട് എന്ത് ചെയ്തു, ഇതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള അവിടെ നിന്ന് എന്തോ ഒരു ഘോഷയാത്ര വരുന്നുണ്ട്. ആ ദേവീന്റെ എന്തോ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ നനച്ച് പോലീസുകാരൊക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇല്ല. അതങ്ങനെ ഒറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജല അമൂല്യമാണെന്ന രീതിയിലൊന്ന് തൊട്ടേ ഉള്ളൂ, അതുകൊണ്ട് പൊട്ടി. പിന്നെ ആ സമയത്ത് പിറകിൽ കോൺസ്റ്റബിൾസേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പൊട്ടിയപ്പോൾ പിന്നെ DYSP ഒക്കെ വന്നു. കാരണം അവിടെ ആളായി ബഹളമായി. പിന്നെ എല്ലാ മീഡിയക്കാരും വന്നു. അല്ല, ചീത്ത വിളിക്കാനല്ല, പിന്നെ DYSP കൂടി ഞാൻ നോക്കുമ്പോൾ പൈപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവസാനം അവര് വേറെ ആരും വിളിച്ചു. ജാമ്യത്തിലിറക്കി. പിന്നെ നന്മമരം ഇങ്ങനെ പുഷ്പിക്കുന്ന വേറെ നമ്മുടെ കോട്ടയം ബ്യൂറോയിലുണ്ടായിരുന്ന അവിടുത്തെ എല്ലാ ചാനലുകാരും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു ഷൂട്ടിന് പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടെ നന്മമരം പുഷ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിന്റെ കുട്ടികൾ വരുമ്പോഴാണ് മറ്റു ചാനലുകളിൽ. അവിടെ ഉണ്ടായിരുന്ന 2 പേര്, ഒരാൾ ഇവിടെ ഉണ്ട്. കഥയാണ് സാർ. അല്ല, അത് അവിടെ എനിക്കറിയാം. ഞാൻ വിജേഷിന്റെ മുഖത്ത് നോക്കിയിരിക്കുകയായിരുന്നു. വിജേഷ് സത്യം പറയുമ്പോഴും കള്ളം പറയുമ്പോഴും എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മൾ പ്രേക്ഷകരുടെ ചോദ്യം വരുന്നുണ്ട്. ചോദ്യം വിചാരണ. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് പ്രജിനോടാണ്, ചോദിക്കുന്നത് ജയശ്രീയാണ്. ചോദിച്ചോളൂ. കാസർഗോഡ് നിന്നാണ് ജയശ്രീ. പരിചയം. എൻ്റെ പേര് ജയശ്രീ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ പനത്തടി താമസിക്കുന്നു. പനത്തടി റാണിപുരം റോഡ്.
എനിക്ക് ചോദിക്കാനുള്ളത് പ്രജിനോടാണ്. വാർത്താവതരണ പരിപാടികൾക്കിടയിലെല്ലാം പ്രജിൻ നന്നായി പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു നല്ല അവതാരകനായിട്ടാണോ അതോ നല്ലൊരു പാട്ടുകാരനായിട്ടാണോ അറിയപ്പെടാൻ പ്രജിന് കൂടുതൽ താല്പര്യം? അതോടൊപ്പം ഒത്തിരി ഫാൻസ് ഉണ്ടാവും ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ചോദ്യം. കടുപ്പിച്ച ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് വിജയകുമാർ എല്ലാവരും പുറത്തിറങ്ങി പറയുന്നത് പിടിപ്പത് പണിയാന്ന് എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പ്രജിൻ ചോദ്യത്തിന് മറുപടി. ഇതൊക്കെ എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നു? ഇതൊക്കെ എങ്ങനെ പറ്റും? ഈ പ്രജിൻ കാസർഗോഡൊക്കെ കുറെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട് കാസർഗോഡ്. ഈ ആളറിയോ? ഇല്ലില്ല, അറിയില്ല. അപ്പൊ ഒന്ന് പറഞ്ഞ് ജയശ്രീ സഹോദരിക്ക് ഒരു സംശയം വന്നല്ലോ. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അല്ല, പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് അതിങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ പാട്ടിനോട് ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. പഠിച്ചിട്ടുണ്ടോ? പാട്ടില്ല, ശാസ്ത്രീയ പാട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. വീട്ടിൽ എല്ലാവരും പാടുന്നവരാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നതാണ്. പപ്പ അമ്മ ഒക്കെ പാടും. അപ്പൊ അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് അങ്ങനെ എന്താണ് പറയാ, പാട്ടിനായിട്ട് സമയം കണ്ടെത്താറുണ്ട്, ആസ്വദിക്കാൻ കൂടുതലായിട്ട്. പിന്നെ പറ്റാവുന്ന പാട്ടുകൾ ചെറുതായിട്ട് മൂടും, പാടും, അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെ പൊരുത്തപ്പെടുത്തുന്നു? അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗാർഹിക ഭാരം കയ്യിലുള്ളപ്പോൾ തന്നെ ഓഫീസിലെ ഇത്രയും ഭാരങ്ങൾ കൂട്ടിമുട്ടിച്ച് എങ്ങനെ പോകും? അങ്ങനെ ഭാരമായിട്ട് തോന്നാറില്ല. അത് നമ്മുടെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാലോ പ്രജിൻ, കാസർഗോഡിലെ ജയശ്രീക്ക് അവരിപ്പം എന്തായാലും പ്രജിനിലെ പാട്ടുകാരനെ അറിഞ്ഞിട്ടുണ്ട്, വാർത്താ അവതാരകനെയും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേരും അവർക്ക് വേണ്ടി പാടിക്കൊടുത്താലോ? പാടാം. ഇന്ന് നമ്മുടെ പി ജയചന്ദ്രൻ, നമ്മുടെ 80ാം പിറന്നാളാണല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പാട്ട്. അതിനിടയിൽ നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ആശംസകൾ നേർന്നു എങ്കിൽ പോലും ഈ അവതാര പുലികളുടെ ഒരു ആശംസ കൂടി അദ്ദേഹത്തിന് തരുന്നു. ജയേട്ടാ, സന്ദർഭവശാലം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശംസയുണ്ട്. ജയേട്ടൻ പുലിയാ, ഞങ്ങൾ പുലിയാന്ന് വെറുതെ പറയുന്നത്, ഞങ്ങൾ തള്ളുന്നതാണ്. പക്ഷേ ജയേട്ടൻ പുലിയാന്ന് മാത്രമല്ല, ജയേട്ടൻ ഈ ഈ പ്രായം എന്ന് പറയണ്ടല്ലേ അല്ലേ, ഈ ചെറുപ്പത്തിൽ നിന്ന് പാടുന്ന പാട്ടുകളൊക്കെ പ്രായമുള്ള പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ കഴിയുന്നു എന്നാണ്. അത് തന്നെ ചേട്ടാ ഞങ്ങൾക്ക് ചോദിക്കാം, എങ്ങനെ കഴിയുന്നു? ഇനി ബാക്കി പ്രജിൻ്റെ പാട്ട്. പ്രജിൻ രാശാത്തി പാടൂ. പാടാം. ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மானை ஒன்னே தேடுது. ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തവഴും തങ്കച്ചിമിഴേ, പൊങ്കിപ്പെരുകും സംഗത്തമിഴേ, മുത്തം തരനിത്തം വരനക്ഷത്തിരം. யாரோடு இங்கு எனக்கென்ன பேச்சு, நீதானே கண்ணே நான் வாங்கு மூச்சு. வாழாக வேண்டும் வா வா கண்ணே. ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு,
பொன்மானை ஒன்னே தேடுது ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. மங்கையொரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன? மங்கையொரு கங்கை என மன்னன் ஒரு கண்ணன் என காதில் ஒரு காதல் கதை சொன்னால் என்ன? அத்தை மகளோ மாமன் மகளோ சொந்தம் எதுவோ பந்தம் எதுவோ சந்தித்ததும் சித்தித்ததும் தித்தித்திட அம்மாடி நீதான் இல்லாத நானும் வெண்மேகம் வந்து நீண்டாத வானம் தாங்காத ஏக்கம் போதும் போதும் ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. ராசாத்தி ஒன்னு காணாத நெஞ்சு காத்தாடி போலாடுது. பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே ஒன்ன தேடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது காத்தாடி போலாடுது. ഓക്കെ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപക്ഷെ ചേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഇങ്ങനെ പൊളിച്ചെന്ന് പറയും. എന്നാലും പി ജയചന്ദ്രൻ ഒരിക്കൽ കൂടി നമ്മുടെ ജന്മദിന ആശംസകൾ, ആരോഗ്യമൊക്കെ കൊടുത്ത് ഒരുപാട് പാട്ടുകൾ അല്ലേ പാടട്ടെ. അപ്പൊ അനുജ, നമ്മുടെ ആസ്ഥാന ഗായകന്റെ പാട്ടിനെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ. എക്സലന്റ് ആയിരുന്നു. ഈ പാട്ട് പി സുശീലാമ്മ പാടിയിട്ടുണ്ട്, പി ജയചന്ദ്രനും പാടിയിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് രണ്ടുപേരി വളരെ നന്നായി പാടുന്ന അതിനിടെ ഞാൻ ഇല്ല, ഞാൻ പിന്നെ അടുത്ത തവണ പാടാം. നല്ല പാട്ടുകാരിയാണ് അനുജ. അയ്യോ, അത് സംശയമില്ല, ഒരു സംശയമില്ല. പക്ഷെ അത് ഫേസ്ബുക്കിൽ പ്രോത്സാഹിപ്പിക്കണം. അവതാര പുലികൾ തുടരുകയാണ്. ഗോപി, ഞാൻ ഇന്ന് കേരള മീഡിയ അക്കാദമിയുടെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെ ഒരു സെമിനാർ നടക്കുന്നുണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാധ്യമങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. നമുക്ക് എല്ലാ കാര്യവും പുറത്ത് പറയാൻ പറ്റില്ലെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു അവതരിപ്പിച്ചു അതല്ലേ? അല്ല, ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ ഗോപിയോട് ചോദിക്കുന്നു, ഗോപിയല്ലേ ഇതിൻ്റെ ഒരു പ്ലാനർ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരാൻ വലിയൊരു ഉത്സവമായിരിക്കും. ഒരുപക്ഷെ അടുത്ത 5 കൊല്ലം ഭരിക്കുന്ന സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടെ പ്രശ്നമാണ്. അപ്പൊ ഉത്സവത്തിന് ഒട്ടും ശക്തി കുറയില്ല. അപ്പൊ എന്തൊക്കെയായിരിക്കും നമ്മൾ ജനങ്ങളോട് പറയാൻ പോകുന്നത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് വ്യത്യസ്തമായി പോയേ പറ്റൂ. അതെ, നമ്മൾ എല്ലാ തവണയും വ്യത്യസ്തരായിട്ടാണ് പോകാറുള്ളത്. എപ്പോഴും നമ്മൾ വേറിട്ട വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച്, മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് നമ്മൾ പറയുന്നത്, ഇവന്റ് എന്ന് നമുക്ക് പറയാം, അതൊരു ഇലക്ഷൻ ടൈമാണ്. അപ്പൊ നമുക്ക് മനോജ് ബ്രാക്കറ്റിൽ ഒരു ചോദ്യം ചോദിച്ചു. അത് നമ്മളോടല്ല, പരസ്യമായിട്ട്. മാധ്യമങ്ങൾക്ക് ഈ ഇലക്ഷനിലെ പതിവ് പോലെ ഒരു അജണ്ട ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അല്ല, അത് എല്ലാ കാലത്തും മാധ്യമങ്ങൾ നേരിടുന്ന അതുപോലെ. അതിപ്പോ ഞാൻ പറഞ്ഞപ്പോ പി എം മനോജ് അത് ചോദിക്കുമ്പോൾ അത് ദേശാഭിമാനിക്ക് ബാധകമാണ്, കൈരളിക്ക് ബാധകമാണ്, അങ്ങനെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള എല്ലാവരും ചോദിക്കുന്ന ഒരു പൊതു ചോദ്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മനോജ് അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി, ഞാനിന്ന് ചിരിച്ചുപോയി, ചെറുതായിട്ട് ചുമ്മാ അങ്ങ് ചിരിച്ചുപോയി. എന്താ കാര്യം അറിയോ? ഇതെന്താ വരാൻ താമസിച്ചതെന്ന്. സത്യം, ഈ ചോദ്യം വരാൻ താമസിച്ചത്. ഈ ചോദ്യം കാര്യം അറിയോ? അജണ്ട ഉണ്ടെന്നുള്ളത് പുള്ളി പറയണമല്ലോ. കാര്യം പുള്ളിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വരാൻ താമസിക്കുന്നു. പെട്ടെന്ന് കയറി വന്നപ്പോൾ എനിക്ക് സന്തോഷം. അല്ല, അതിപ്പോ നമ്മൾ എങ്ങനെ എത്രത്തോളം ഒബ്ജക്റ്റീവായിട്ട് ചെയ്താലും നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഈ ഒരു പഴി കേൾക്കും. നമുക്കൊന്ന്, ഞാൻ ഉദ്ദേശിച്ച 24-നല്ല, എല്ലാ മാധ്യമങ്ങൾക്കും അത് കേൾക്കും. നമ്മൾ അജണ്ട ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സൈഡ് പറയുന്നു. കട്ട് ചെയ്താൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ് സ്മിത ഹരിദാസ്. ഇവിടെ മീഡിയ വലിയ പോസ്റ്റാ അത് കേട്ടോ. സ്മിത, അപ്പൊ അവിടെ കേട്ടപ്പോഴേ പി എം മനോജ് എന്തായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത്?
അതെനിക്ക് തോന്നിയത് ശരിക്കും SKN ഇറങ്ങി ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി എല്ലാവരും സംസാരിച്ച് വരുമ്പോൾ ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതിന് സമയം കിട്ടിയില്ല എന്നുള്ളത് അവസാനമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇപ്പോൾ വരുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് മാധ്യമങ്ങൾ അവരുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്നു. നമുക്ക് ഒറ്റ അജണ്ടേ ഉള്ളൂ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രസംഗത്തില്. അതായത് ഈ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ട് എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന ഒരാള് തലയാട്ടുന്നു. കറക്റ്റാണ്. ആര്? സ്മിത ഹരിദാസ്. ഞാൻ തലയാട്ടിയില്ല, എനിക്ക് തല തന്നെ ആടിയതായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിരിക്കായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ സാർ അപ്പുറത്തിരിക്കും. അദ്ദേഹം വളരെ തല കൃത്യമായി പിടിച്ചു വെച്ചു, ആടിയില്ല. എന്നാൽ അപ്പുറത്തിരുന്ന് 24-ലെ ജീവനക്കാരിയുടെ തലയാടുന്നു. തലയാട്ടം ശരിയല്ല. നമുക്ക് ഒറ്റ അജണ്ടേ ഉള്ളൂ, കാര്യങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് പ്രേക്ഷകർ. നമ്മുടെ പ്ലാൻ എന്തായിരിക്കും? നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് നമ്മൾ ഡിബേറ്റ്സ് ഉണ്ടാകും, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, കാരണം ആൾക്കാർ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നമ്മൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. പിന്നെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. പിന്നെ ജനമാണല്ലോ രാജാവ്. അത് ജനാധിപത്യത്തിൽ, അത് രാജ്യത്തിന്റെ ഭരണത്തിന്റെ കാര്യത്തിലായാലും നമ്മുടെ സ്വീകാര്യതയെ സംബന്ധിച്ചാണെങ്കിലും ജനമാണ് അൾട്ടിമേറ്റ് ആയിട്ട് കിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോ ഒരിക്കലും ഇല്ല. അല്ല, നമ്മൾ അങ്ങനെ ജനമാണ് ജയിപ്പിക്കുന്നത്, നമ്മളെയും ജയിപ്പിക്കുന്നത് ജനമാണ്. ഈ മാധ്യമ അജണ്ട എന്നൊക്കെ അവസാനം എൻ്റെ ഒരു പ്രവചനം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ പോലെ, കഴിഞ്ഞ പ്രാവശ്യം 99 പറഞ്ഞ സമയത്ത് SKN പറഞ്ഞു, അന്ന് അരുണായിരുന്നു, ഒരിക്കലും സമ്മതിച്ചു തന്നില്ല അത് 99. പക്ഷേ 24-ന്റെ പ്രവചനം ശരിയായി, സീറ്റ് കറക്റ്റായി. അതുപോലെ അവസാന ദിവസം പെട്ടി പൊട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് തലേ ദിവസം നമുക്ക് പ്രവചിക്കാം. ശരി, അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ SKN കാര്യം, ഇപ്പോൾ ഇന്നിപ്പോ നമ്മൾ PP ജെയിംസിന്റെ അദ്ദേഹത്തിന്റെ സഹപാഠിയെ നമ്മൾ കണ്ടു, സുഹൈലിന്റെ സുഹൃത്തിനെ നമ്മൾ കണ്ടു. മാത്രമല്ല ഉന്മേഷിന്റെ അച്ഛൻ വന്നപ്പോൾ SKN ചോദിച്ചു എന്ത് ഉപദേശം കൊടുക്കാനുണ്ട്, വീട്ടിലെങ്ങനെയാണ്, നാട്ടിലെങ്ങനെ. അപ്പോൾ സാധാരണ നമ്മളുടെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ശരി, അപ്പൊ നമ്മൾ സാധാരണ നമ്മളുടെ ഒരു ശരിയായ നമ്മളെ വിലയിരുത്തേണ്ട ആളുകളിൽ ഒരാൾ അധ്യാപകരാണ്. SKN ഈ തിരക്കിനിടയിൽ അത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? സഹപ്രവർത്തകർ, സഹപാഠികൾ, അധ്യാപകർ. ഗോപി, ഞാൻ മാത്രമല്ല, എപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നൊരു ഫിലോസഫി, വയസ്സുകാലത്തായി ബുദ്ധി ഉദിച്ചത് കേട്ടോ. ഈ കൊണ്ടു നടക്കുന്നൊരു ഫിലോസഫി എന്താണെന്ന് അറിയപ്പം, നമുക്ക് ഒരു മേൽവിലാസവും ഇല്ലാത്ത, എന്ന് വെച്ചാൽ കത്തയച്ചാൽ കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് കൃത്യമായിട്ട് എഴുതിയും പിൻകോഡ് എഴുതിയും ചെയ്താൽ മാത്രം കത്ത് കിട്ടുന്നൊരു കാലം ഉണ്ടല്ലോ. ആ കാലത്ത് നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ചില ആൾക്കാരുണ്ട്. ആ ആളുകളെ എന്ന് പറയുന്നത് ഇപ്പോഴും അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. മാത്രമല്ല അവർ ചിലപ്പോൾ പറയുന്നത് നാട്ടിൽ വന്നൊരു ബാർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂ, നമ്മൾ പോവും, കത്തിരിയൊക്കെ കാണിച്ച് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോരും. ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നോ? ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നോ? അല്ല. ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സഹപ്രവർത്തകർ ഒരാൾ അധ്യാപകനായിരുന്ന ഒരാൾ ഗസ്റ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്തപ്പോൾ അതിനുശേഷം SKN അയാളോട് പറഞ്ഞു നമ്മുടെ അധ്യാപകനാണ്, ഒരിക്കലും അങ്ങനെ അല്ല. ഗോപി, അത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അറിയോ? നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെ ഒരിക്കലും നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നത്തില്ലത്. ആഷ്മി എന്നെ പഠിപ്പിച്ചു, ആഷ്മി സാറിനെ നമ്മൾ പറയാം, അല്ല ആഷ്മി മാഷ് എന്നെ നമ്മൾ പറയാം. അല്ല നമുക്ക് ഇപ്പോൾ ഞാനത് ആൾക്കാർ തള്ളുവാണെന്ന് പറയും. അല്ല, നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ ഈയിടയ്ക്ക് അദ്ദേഹം ആലത്തൂരിലേക്ക് യാത്രയാകുമ്പോൾ എന്നെ ഫോൺ ചെയ്തായിരുന്നു. അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസം കിട്ടാനൊക്കെ ആയിരിക്കും, സന്തോഷത്തിന്. മാഷേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖ എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ മന്ത്രിയെ നമ്മൾ രണ്ടാമതല്ലേ അറിയോ? ഒരിക്കലും രാധാകൃഷ്ണൻ്റെ വായിന്ന് ശ്രീകണ്ഠൻ നായർ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. വേറൊന്നുമല്ലത്, അത് രാധാകൃഷ്ണ വലിപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു വിദ്യാർത്ഥിയായി ഒരിക്കലെങ്കിലും ഒരാളുടെ ക്ലാസ് മുറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പറ്റത്തില്ല. ഈ ആള് അതങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കാര്യം ഞാൻ പോലും അദ്ദേഹത്തെ സാറിനെ വിളിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ വിലക്കി ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പോട്ടെ, അദ്ദേഹം നമ്മൾ അല്ലല്ല, ഞാനത് ഒരു സന്ദർഭവശാൽ ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ സന്ദർഭവശാൽ ചിലതൊക്കെ പറയുന്നത് പേര് പറയാതെ. അപ്പോൾ ഞാൻ വീണ്ടും പോയിന്റിലേക്ക് വരികയാണ്. അതായത് ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അധ്യാപകന് താങ്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചില പണി അങ്ങോട്ടും കിട്ടും. കൊല്ലത്തും കിട്ടും. നോക്കട്ടെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. എൻ്റെ പേര് രാജു. ഞാൻ കൊല്ലം SN കോളേജിലെ അധ്യാപകനായിരുന്നു. പോളിറ്റിക്സ് ചരിത്ര വിഭാഗം അധ്യാപകൻ. ഫസ്റ്റ് BA പോളിറ്റിക്സിൽ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനത് പൊളിറ്റിക്കൽ തിയറി എന്ന വിഷയമായിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. ആ ക്ലാസ്സിൽ വളരെ നോട്ടബിളായിട്ടുള്ള കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന പലരും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ജയദേവൻ SFI, ഹീസ് നോ മോർ. നല്ലതുപോലെ പഠിക്കുന്ന 2 പേര്, ഒന്ന് മജീദ്,
പിന്നൊന്ന് ഒരു ശ്രീകണ്ഠൻ നായർ. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ 2 പേർക്കുമാണ് മാത്രമാണ് അന്ന് ഫസ്റ്റ് ക്ലാസ് MAക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചത്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ശ്രീകണ്ഠൻ നായരുടെ താല്പര്യം സാഹിത്യം, മലയാള സാഹിത്യം ആ വിഷയത്തിലോട്ടായിരുന്നു. കാരണം ശ്രീകണ്ഠൻ നായർക്ക് അപ്പസാറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അപ്പം എൻ്റെ ധാരണ MA കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ ഈ സാഹിത്യ രംഗത്തേക്ക് പോകും, അതിൽ ഷൈൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ശ്രീകണ്ഠൻ നായരോട് എനിക്ക് ഇപ്പം ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് അന്ന് സാഹിത്യ രംഗത്തേക്ക് പോകാതെ ഈ ജേർണലിസത്തിലേക്കും പത്രപ്രവർത്തനത്തിലേക്കും ഒക്കെ തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ഞാനൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യസന്ധമായ ഒരു ഉത്തരം തരുമോ? അല്ല, SKN ധാരാളം അങ്ങനെ എഴുതുകയും ചെയ്തിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അല്ലെ, സാഹിത്യമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. രാജ് സാറ് എനിക്ക് തോന്നുന്നത് എന്നെ BAക്കും MAക്കും ഒക്കെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. വാഷ്മിക്കും സാറിനും തമ്മിലുള്ള ഏകസാമ്യം നല്ല ഉയരമുണ്ട് സാറിന്. അപ്പോൾ നമുക്കത് എടുത്തു പറയണമല്ലോ. അപ്പോൾ രാജ് സാറ് ഒരുപക്ഷെ നമ്മളെ കാണുന്നത്, ഞാനിപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം ഒരു അത്യാവശ്യം നല്ലൊരു ബാക്ക് ബെഞ്ചറായിരുന്നു. മാത്രമല്ല 3rd BAക്ക് എനിക്ക് ഏറ്റവും സങ്കടകരമായൊരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ വലതുവശത്തിരിക്കുന്ന ഒരുവൻ, അവൻ്റെ അച്ഛൻ്റെ പോലീസ് ഓഫീസറാണ്. എൻ്റെ എല്ലാ അഹങ്കാരവും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവന് എന്താണെന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി കൂടെടുത്ത് സാറ് ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെടുത്ത് ഇങ്ങനെ എറിഞ്ഞു. അപ്പോൾ കൂട് സാറിൻ്റെ ഇവിടെ വന്ന് കൊണ്ടപ്പോൾ സാറ് ഞെട്ടിത്തിരിഞ്ഞു, ആരാടാ എന്ന് വളരെ വക്രിച്ച മുഖത്തോട് ചോദിച്ചു. ഞാനങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. സാറ് വിചാരിച്ചു ഞാനാ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് സാർ എഴുന്നേക്കടാന്ന് പറഞ്ഞു, പുറത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഊണൊഴിക്കാൻ സമയമായിരുന്നു, കാര്യം ലാസ്റ്റ് പീരീഡാണ്. സൗകര്യമായില്ലെന്ന് ചോദിച്ചാൽ സാറേ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് 4 മാസത്തേക്ക് സാറിനെ ക്ലാസ്സിൽ കയറ്റി. എനിക്ക് ഈ സമയമാകുമ്പോൾ എല്ലാവരോടും പറയും എണീക്ക് നിനക്ക് പോകുന്ന സമയമായി, എണീക്ക് സാറ് വന്നു എന്ന് പറയും. അപ്പം ഞാൻ സാറ് വന്ന അവിടെ എണീറ്റ് കംപ്ലീറ്റ് ഈ ഒരു 4 മാസം പോയി. അവസാനം ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, സാർ എന്നെ ഇറക്കി വിട്ടിരിക്കുക, നിന്നെ ഇറക്കി വിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാർ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് കോള അടയ്ക്കാൻ പോകില്ലേ, ഇപ്പം ഇനി എന്നാ ഇനി കയറണ്ടേ എന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ അയാളോട് സംസാരിക്കാമെന്ന് ഈ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞ് കയറിക്കോളാം. ഞാൻ നോക്കും പിന്നെ 2 ദിവസമേ ഉള്ളൂ ഈ കോളേജ് അടയ്ക്കാൻ. അപ്പോൾ ഞാൻ വെച്ച് 2 ദിവസം കയറി ഇനി സാറിന് മെനക്കേട് ഉണ്ടാക്കേണ്ടത്, ഞാൻ കയറണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി. കാര്യം നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. 4 മാസം ഒരു സാറ് വരുമ്പം കൃത്യമായിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട തലയിലെഴുത്തുള്ളൊരു വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഈ MPhil കോഴ്സിന് പഠിക്കുമ്പോൾ അവിടെ ഫാക്കൽറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൽ സാർ എൻ്റെ സഹപാഠിയായിട്ട് വന്നു അവിടെ. അപ്പോൾ സാറ് ഇങ്ങനെ ഞാൻ ഒരു സെമിനാറിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടെങ്കിൽ സാറ് ഇടയിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ സാറ് ഇവിടെയോ എന്ന് ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ വന്നു പോയി. അപ്പോൾ ഞാനും സാറും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയിട്ട് എന്നോട് ചോദിച്ചു, എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. നീ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാൻ ജീവിതത്തിൽ എന്ന് സാർ എന്നോട് പറഞ്ഞു. ഞാൻ സാറേ അത് നമ്മളൊക്കെ ഞാനല്ല സാറേ, അന്നും ഈ ആ കപ്പലിൻ്റെ കൂടെ എടുത്തെറിഞ്ഞ് ഞാനല്ല, എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല സാറിൻ്റെ ആ മുഖഭാവം, അതാ പറ്റിയെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, സാറ് ഇങ്ങനെ ഒരു ക്ഷമ ചോദിക്കുന്നതിന് സാർ ഒരിക്കലും ചെയ്തത്, സാറത് ചെയ്തത് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഒരു അധ്യാപകനെ അങ്ങനെ അനാദരവ് കാണിക്കാൻ പാടില്ല. ഞാൻ ആ പോലീസുകാരൻ്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനെ കാണിക്കരുത്. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ വലിയ അനുഭവം. അപ്പം ഞാൻ പറയാൻ മതി, ഈ രാജു സാർ ആരാന്ന് നമുക്കൊന്ന് അറിയണ്ടേ. പ്രേക്ഷകർ ചിലപ്പോൾ കാര്യം സാറ് SN കോളേജിൽ നിന്നൊക്കെ വിരമിച്ചിട്ട് സാറ് വിശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊന്ന് കാണാം. രാജു സാർ അത്യാവശ്യം എഴുത്തുമൊക്കെ ഉണ്ട്, അതാണ് സർഗ്ഗവാസന. എന്നെയും കൂടെ അതിനകത്ത് തള്ളിയിടാൻ ശ്രമിച്ചു. ഓക്കെ, പ്ലേ.
അപ്പോൾ രാജസ്ഥാൻ്റെ ഈ പുസ്തകം ഈഴവരുടെ അഭിജാത വംശപാരമ്പര്യം മയ്യനാടിൻ്റെ കാൽപ്പാടുകൾ, ഈ പുസ്തകത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി രചിച്ച മലയാളത്തിലെ ഏറ്റവും വലിയ കുടുംബ വിവരണ ഗ്രന്ഥം എന്ന നിലയില്ല അംഗീകാരം. 30,000 കുടുംബങ്ങളുടെ വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിലുണ്ടല്ലോ ഗോപി, എനിക്ക് കൊല്ലം കോളേജ് പഠിക്കുമ്പം ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നു, പിന്നീട് അടുപ്പം ഉണ്ടായത് അപ്പൻ സാറാണ്, KP അപ്പൻ, ശക്തനായ സാറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാഹിത്യത്തിലോട്ട് വരണം എന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു ഇപ്പം നമ്മൾ കാക്കനാടനും ഒക്കെ കൊല്ലത്ത് ഇരുന്ന് എഴുതുമല്ലേ, അപ്പം നമുക്കും കാക്ക നാടൻ പറയുന്നു, നാടൻ കഥ പറയുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത്. പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കൊട്ടാരക്കര പോലീസുകാരെ ഒരിക്കൽ കാക്കനാടനെ മദ്യപിച്ച് വഴിയിൽ വെച്ച് ഇന്ന് അറസ്റ്റ് ചെയ്തു. അവർക്ക് അറിയത്തില്ല ഇത് എഴുത്തുകാരനാണെന്നൊക്കെ. അപ്പോൾ പേരെന്തോന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ കാക്കനാട, നിൻ്റെ പേര് പറയടാ, നിൻ്റെ കാക്കയുടെ നാടൻ കഥ നീ പറയണ്ട എന്ന് പോലീസുകാർ അങ്ങോട്ട് പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെയും ഇത് കാക്കനാടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാക്കനാടൻ്റെയൊക്കെ എഴുത്തിൽ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ 7 മുദ്ര, വേരുകൾ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില നോവലുകളൊക്കെ വായിച്ച് നമുക്കൊരു എഴുത്തുകാരനായാലോ എന്ന് തോന്നിയിരുന്നു. അപ്പൻ സാറ് അദ്ദേഹം ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തോന്നുന്നു. അപ്പോൾ മനസ്സിലായി നമുക്ക് ഈ പരിപാടി പറ്റത്തില്ല. ഓക്കെ, സാഹിത്യ വാസനയും സാഹിത്യ ബന്ധം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ ധാരാളം എഴുതിയല്ലോ. പിന്നെ നോവലൊന്നുമല്ല, ഞാൻ പറഞ്ഞ കഥകൾ, അനുഭവങ്ങൾ ഒരുപാട് എഴുതി. 1-2 സിനിമയൊക്കെ എഴുതി. അതിനുശേഷം നിർമ്മാതാവ് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ ആ ഒരു ഓക്കെ ഗോപി, അപ്പം നമുക്കൊരു സാഹിത്യത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ രാഷ്ട്രീയമീമാംസ പഠിച്ചുകൊണ്ട് സാഹിത്യത്തിലായിക്കൂടാ. ആ സാഹിത്യം ഈ ആങ്കറിംഗിൽ പയറ്റുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഈ യഥാർത്ഥത്തിൽ ഈ ആകാശവാണി ജീവിതവും സാഹിത്യമൊക്കെ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ചിലപ്പം നമ്മുടെ വിജയകുമാർ നമ്മളീ റിപ്പോർട്ടിങ്ങിനൊക്കെ അയക്കുമ്പോൾ ചില സാഹിത്യം പയറ്റും. അപ്പോൾ ഞാൻ ഫ്ലോറിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടൊരു പയറ്റ് ഞാൻ തിരിച്ചു പയറ്റുന്ന ഈ സാഹിത്യം പുറത്തെടുത്താൽ വലിയ പാടാ വിജയനെയൊക്കെ ഡീൽ ചെയ്യാൻ. അനുജ, കഴിഞ്ഞ ആഴ്ചയെ അനുജയുടെ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റുകൾ വന്നായിരുന്നു? ഒരു ആന വന്നു. ആന വന്നു? എവിടെ നിന്ന് വന്നു? ഗുരുവായൂർ ചെന്താമരാക്ഷൻ. സാറ് കഴിഞ്ഞ ദിവസം എന്റെ വീട് കാണിച്ചല്ലോ. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഗുരുവായൂർ ചെന്താമരാക്ഷൻ ലാൻഡ് ചെയ്തു. ആന പൊളിച്ചോ? ഇല്ല, ആന വീട്ടിൽ വന്നു. ഇപ്പൊ അവൻ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടുത്തെ ഉത്സവത്തിന് വന്നതാണ്. വിശ്രമം എന്റെ പറമ്പിലാണ്. നിലവിൽ അവൻ അവിടെ ഉണ്ട്. അവന് വേണ്ടി ഗേറ്റ് തുറന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളോട് എത്തിച്ചോ? ഭക്ഷ്യവസ്തുക്കൾ അവര് ഞാൻ ഇന്നലെ പൈനാപ്പിളൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പൊ നമ്മളുടെ ക്യാമറമാൻ അതുവഴി പോയപ്പോഴേ അതൊന്ന് ചീകി എടുത്തായിരുന്നു ഈ ദൃശ്യം. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്തേ. ഈ അനുജയുടെ ഈ വീട്ടിൽ വേറെ ആരും താമസിക്കുന്നില്ലേ? ആരുമില്ല, അടച്ചിട്ടേക്കുന്ന. അന്ന് കഴിഞ്ഞ ആഴ്ച കാണിച്ച വീടാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരല്ലേ? അതെ അതെ. മറ്റേ ആൾ എവിടെ? അപ്പോൾ എറണാകുളത്തുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. അധ്യാപികയാണ്? അതെ അതെ, അധ്യാപികയാണ്. വാർത്തയിലേക്കൊന്നും തിരിഞ്ഞില്ല? ഇല്ല, എഞ്ചിനീയറിംഗിനാ പോയത്. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പോയി. വാർത്ത ഉണ്ടാക്കാറില്ല. ഇല്ല. ഓക്കെ, നമുക്കൊരു കാര്യം ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. വാർത്ത വരുമോ നോക്കട്ടെ. അയ്യനു, എനിക്ക് നേരിട്ട് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ വരാൻ സാധിച്ചില്ല. ഏതായാലും ഇങ്ങനെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ അനുജയുടെ ജ്യേഷ്ഠ സഹോദരിയാണ്. ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ അനുജ നല്ല കൃത്യമായിട്ട് മലയാളം പറഞ്ഞത് അഞ്ജനയാണ് അല്ലേ? നല്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ എത്ര വയസ്സ്? ചേച്ചിയാണോ അനീതിയാണോ? ചേച്ചിയാണ്. 2 വയസ്സ്. നിങ്ങൾ നിരന്തരം ബന്ധമുണ്ടോ? കാണാറുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സാർ കാണാറുള്ളൂ. സത്യത്തിൽ എറണാകുളത്തുണ്ട്, പക്ഷെ കാണലൊക്കെ കുറവാണ്. അതെന്താ സംഭവിക്കുക? ഈ എറണാകുളത്ത് തന്നെ താമസിക്കുന്ന ഒരു ചേച്ചി അനിയത്തി. അല്ല, ഒന്ന് എന്റെ ഈ ഡ്യൂട്ടി സമയമൊക്കെ വേറെ ആയോണ്ടേ അവർക്ക് കൃത്യമായ ഒരു ഫിക്സ്ഡ് ഒരു ടൈം ആണല്ലോ. എനിക്ക് അങ്ങനെ അല്ലാത്തതുകൊണ്ട് പണ്ട് രാമനടി തമിഴ് സിനിമ കാണിച്ചോല. ഭാര്യയ്ക്കും ഭർത്താവിനും ഷിഫ്റ്റാണ്. ഭർത്താവ് വീട്ടിൽ വീഴുന്ന ഭാര്യയ്ക്ക് ഷിഫ്റ്റ് തുടങ്ങുമ്പോൾ അവർ ട്രെയിനിൽ വെച്ചാ കാണുന്നത്. അവരിങ്ങനെ കൈ കാണിക്കുന്നതല്ലേ, കാണാൻ പറ്റുന്നില്ല അല്ലേ? അതിലൊരു വിഷമമുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാക്കി കാണും. ഇപ്പൊ ഞങ്ങളൊരു കുടുംബ മേളയൊക്കെ ഉണ്ടായിരുന്നു, അതിനാണ് ലാസ്റ്റ് കണ്ടത്. 2 മാസമായി. അപ്പോൾ യഥാർത്ഥത്തിൽ ചേച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ ചേച്ചി അത് ചോദിക്കുന്നില്ല എന്ന് വെച്ചെന്ന് പറയാം.
ആ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ചോദിക്കാം, ചേച്ചിയോടൊന്ന് ചോദ്യം ചോദിക്കാം എന്തായാലും. അപ്പോൾ ഈ സ്ഫുടമായിട്ട് മലയാളം പറയുന്ന ആളാണ് അനുജ. അഞ്ജലി ചേച്ചി അങ്ങനെ തന്നെയാണോ? സാംബിയയിൽ ജനിച്ചത് അനുജയാണ്. ഞാൻ ജനിച്ചത് ഇവിടെയാണെങ്കിലും എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അവിടെ പോയതാണ്. ഞാൻ അവിടെ സ്കൂളിൽ പഠിച്ചതുമാണ്. 3ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും മലയാളം വീട്ടിൽ വെച്ച് തന്നെ അമ്മയും അച്ഛനും 2 പേരും വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അത് അക്ഷരസ്ഫുടതയോടുകൂടി തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നാട്ടിൽ വന്നിട്ടാണെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ചെങ്കിലും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷേ അതിന് മുമ്പ് ജോയിൻ ചെയ്തപ്പോഴാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മലയാളം അത്ര നന്നായിട്ട് വീട്ടിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. ഈ അനുജ കുറച്ച് കണിശക്കാരിയാണ് കേട്ടോ, കുറച്ച് കടുപ്പം കൂടുതലാണ്. അപ്പോൾ പണ്ടേ ഇങ്ങനെയാണോ സ്വഭാവം? പണ്ടേ അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ടെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് വരണമെന്ന് തന്നെ വളരെ ആഗ്രഹം ഉള്ളയാൾ തന്നെയാണ്. പട്ടാളം. അല്ല, ഇനി രഹസ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാം, അത് പുറത്ത് പറയരുത്. ഈ അനുജ മുടയാണോ? മുട എന്നുള്ള വാക്കൊക്കെ ന്യൂജൻ കടുത്ത പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ വാശി ഉണ്ടായിരുന്നു. വാശി ഒരു പൊതുവെയുള്ള നേച്ചർ തന്നെയാണ്. ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കുക എന്നുള്ള ആ ഒരു വാശി ഉണ്ടായിരുന്നു. അതല്ലാതെ മുട എന്നുള്ള രീതിയിലേക്കൊക്കെ അതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല. അതൊരു കടുത്ത പ്രയോഗമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. മറ്റ് മുട വഴക്കൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുട്ടിക്കാലത്താണെങ്കിലും. അതിൻ്റെ അത്രയും കടുത്ത പ്രയോഗം എനിക്ക് അത്രയും അറിയില്ല പറയാൻ. അതാണ്. ഓക്കെ അനുജ, അപ്പോൾ സാർ അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. ഞാൻ വിചാരിച്ചെന്നറിയോ, ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഫ്രിക്കയിൽ എത്ര കാലം ഒന്നിച്ച് ജീവിച്ചവരാ? ഞങ്ങള് സാംബിയയിലാണ് ഞാൻ ജനിച്ചതൊക്കെ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവിടെ അധ്യാപകനായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം നാട്ടിൽ വന്ന് വീണ്ടും അച്ഛൻ നൈജീരിയയിൽ പോയി. അപ്പോൾ അവിടെയും ഞാൻ പോയി, അവിടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ ഞാൻ 11 വയസ്സ് ഉള്ളപ്പോഴാണ്. ആഫ്രിക്കയിൽ വെച്ച് നിങ്ങൾ ഇതിലും കൂടുതൽ തവണ കാണുമായിരുന്നു. അല്ല, ഞങ്ങൾ ഇപ്പൊ ഈ എന്റെ ഒരു വർക്ക് പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഷിഫ്റ്റ് ഇടുന്ന ഗോപി ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി ആഴ്ചയിൽ ഒരു ഷിഫ്റ്റ് കാണാനായിട്ട് ഇട്ടേക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു വാർത്ത വരുന്നു. ഷെഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ പേട്ടയിലെ ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുള്ള കുഞ്ഞിനെ ആ പ്രതിയെ പിടിച്ചു. അപ്പോൾ CCTV ദൃശ്യം ഒരെണ്ണം 24-ന് കിട്ടിയിട്ടുണ്ട്. ആ ദൃശ്യം പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു തരാം. പ്ലേ. കുഞ്ഞിനെ കൊണ്ടുവന്ന വിഷയ വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ പറയൂ. ഈ പേട്ടയിലെ തട്ടിപ്പ് കൊണ്ടുപോകൽ കേസിൽ 19 ദിവസം പോലീസിന് തലവേദനയായ ഒരു കേസാണ്. ആ കേസിൽ പോലീസ് പ്രതിയിലേക്ക് എത്തിയ ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ സംപ്രേഷണം ചെയ്യുന്നത്. അല്ലെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസിന്റെ വേർഷനും ഈ പ്രതി ഈ ഹസൻകുട്ടി എന്ന കബീർ, ഇയാൾ പറഞ്ഞ ചില മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ആ കേസിൽ ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് ഈ സ്ഥിരമായി പോക്സോ കേസിൽ പെടുന്ന ഒരാളാണ് ഈ കേസിന്റെ പ്രതിയായിട്ടുള്ള ഈ ഹസൻകുട്ടി. ഇയാൾ ഈ കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ഈ തിരുവനന്തപുരം പേട്ടയിലേക്ക് എത്തുന്നു. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇയാൾ ചാക്ക ഭാഗത്തേക്ക് നടന്നു പോകുന്നതാണ് ആദ്യത്തെ CCTV ദൃശ്യം. അതിനുശേഷം വീണ്ടും ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് പാലത്തിന് സമീപത്ത് കൂടി ഇയാൾ തലയിൽ ഈ ഒരു തുണി വെച്ച് മൂടി നടക്കുന്ന ദൃശ്യമാണ് ഈ 2ാമത്തെ ദൃശ്യം. 3ാമത്തെ ദൃശ്യമാകട്ടെ ഈ സംഭവശേഷം ഇയാൾ മടങ്ങുന്നതുമാണ്. ഈ തലയിൽ തുണിയിട്ടുകൊണ്ട് ഇയാൾ നടന്നു പോകുന്ന ദൃശ്യം ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ദൃശ്യങ്ങൾ, ഏതാണ്ട് 200-ലധികം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് നടത്തവേ പോലീസിന് ഈ പ്രതിയിലേക്ക് നീങ്ങാനുള്ള നിർണായക ക്ലൂ ആയി മാറിയ ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കൊല്ലത്ത് നിന്ന് ഹസൻകുട്ടി എന്നയാളെ, ഈ കേസിലെ പ്രതിയെ, അതായത് നാടോടി സംഘത്തിൽ അച്ഛനെയും അമ്മയോടൊപ്പം കിടന്നുറങ്ങിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം കുട്ടി നിലവിളിച്ചപ്പോൾ ഇയാൾ വായ പൊത്തി. തുടർന്ന് പിടിയിലാകും, അതല്ലെങ്കിൽ ഈ സംഭവം പുറത്തറിയുമെന്ന് കരുതി ഇയാൾ പൊന്തക്കാട്ടിലേക്ക് കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പോലീസ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. ആ പ്രതി നടന്നു പോകുന്ന, ആ പ്രതിയിലേക്ക് പോലീസ് എത്തിയ നിർണായക CCTV ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമസ്കാരം. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. വിജയകുമാർ, താങ്ക് യു.
ഷബീദ് റാവുത്തർ താങ്ക് യു. വിജയകുമാർ ഒരു പക്ഷേ വിജയവനല്ല താങ്ക്സ് പറഞ്ഞു, ഷബീദിനാണ്. ആവശ്യമില്ലാത്ത താങ്ക്സ് ഏറ്റെടുക്കരുത് കേട്ടോ, അതൊരു കൈപ്പിഴ. അപ്പോൾ വിജയകുമാർ, യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കുറച്ച് അധികം തലവേദന ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താ വിജയകുമാർ, പ്രക്ഷേപകൻ എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ? ഇതിൽ നമുക്ക് ഒരു വലിയ ആശ്വാസമുണ്ട്. കാരണം ഇങ്ങനൊരു പ്രതി ഉണ്ടെന്ന് നമുക്കറിയാം. ആ പ്രതി നമ്മളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ പ്രതി ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ഇയാളെ പിടിക്കുന്നതോടെ തൽക്കാലത്തേക്ക് അങ്ങനെ ഒരാളുടെ ശല്യം ഒഴിഞ്ഞു എന്നൊരു വലിയ ആശ്വാസം നമുക്ക് ഒരാളുടെ. അപ്പം ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ കാണും. പക്ഷേ അതിൽ ഇതുപോലൊരു കേസിൽപ്പെട്ട ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അയാളെ പോലീസ് പിടികൂടി എന്നതിൻ്റെ ഒരു വലിയ ആശ്വാസമുണ്ട്. അപ്പോൾ നിതാന്ത ജാഗ്രത കേരള പോലീസ് പുലർത്തണം എല്ലാ കാര്യത്തിലും. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൽ എന്തായി എന്ന് പോലീസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വൈകിയാണെങ്കിലും ഒരു ഉത്തരം കിട്ടി. ആ ഉത്തരം വലിയ ആശ്വാസം തന്നെയാണ്. ഓക്കെ ദീപക്, പി പി ജെയിംസിനോട് ശിക്ഷപ്പെടാറുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ? ഈ പി പി ഞാൻ ആദ്യമായിട്ട് കണ്ടത്, പെട്ടെന്ന് പറയണം, ഒരു ചെറിയ പെട്ടെന്ന് പറയാം, താമസിക്കരുത്. 99 CPIM സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുകയാണ്. ഞാനന്ന് വളരെ ജൂനിയർ. 99 പാലക്കാടായിരുന്നു. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ആചാര്യനായി ഇങ്ങനെ നിന്ന് പിള്ളേരെ ഉപദേശിക്കും. ഒരു കാര്യം ചെയ്യാം, കാരണം നിങ്ങൾ പരിചയപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും. ഒരു വീഡിയോ കാണിച്ചു തരാം. പ്ലേ. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുകരംഗവേദി മംഗളാരവം ദ്രുതതാ സന്ധ്യകളുടെ നടയിൽ നടനം തുടരുകരംഗവേദി മംഗളാരവം മധുരമുരളിയുണരു പ്രണയ ഹരിത കവിത ഉണരു മനസ്സു നിറയു മധുര ഹരിത മത മഹോത്സവം. ഞാനിതിലില്ല. സംഭവം അല്ല, പി പി ജെയിംസ് നോക്കുന്ന നോട്ടവും ആ ചിരിയും കണ്ടപ്പോ എനിക്ക് തോന്നിയെന്നറിയോ, എന്റെ അത്രയും വരില്ല. ഞങ്ങൾ തട്ടിക്കൂട്ടിയതാ. അതായത് 24 ടീം കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ കുടുംബമേളയിൽ ഓരോ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഞാൻ, സമീർ മുഹമ്മദ്, ഷഹദ്, അഭിജിത്ത്, രാഹുൽ സുരേഷ്, ഇത്രയും പേരേ ഉള്ളൂ. അതിങ്ങനെ ആരാണ് ഈ പണി ഒപ്പിച്ചത്? ഓക്കെ, അല്ല എന്തായാലും നന്നായി. കാരണം നമ്മൾ വാർത്താവതരണത്തിൽ മാത്രമല്ല നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പൊതുജനങ്ങളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആഷ്മി, ഈ നൃത്തകലയെ കുറിച്ചുള്ള പ്രാവീണ്യം ഒന്ന് വിലയിരുത്താമോ ദീപക് തരോട്? ഈ പണി ഒപ്പിച്ചാരോ? വിൻസാണോ, സനൂപാണോ, അൻവറാണോ? കുട്ടിക്കാലം മുതൽ തന്നെ ഒരുപാട് ഡാൻസ് ഐറ്റംസ് കാണുന്ന ആളാണ്. അല്ല, ഇത്ര നേരമായിട്ട് നൃത്തത്തെ കുറിച്ച് SKN പറയുന്നു. SKN എന്തെങ്കിലും നൃത്തം ചെയ്തിട്ടുണ്ട്? ഉണ്ടെന്നേ, ഞാൻ എന്റെ വീഡിയോ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. അവതാര പുലികളിലെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. നിങ്ങൾ കാണുന്ന ഈ സംപ്രേഷണം മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നാണ് നിങ്ങളുടെ സ്വീകരണ മുറികളിലും നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രേക്ഷകർക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യമാണ് വിചാരണ. സ്മിത ഹരിദാസ്, സർഗലാവണ്യം ഒഴുകുന്ന കവിതകളിലൂടെ പ്രേക്ഷകരെ അന്താളിപ്പിക്കുന്ന കവിയത്രി. താങ്കൾ പൊതുവെ സാഹിത്യ താല്പര്യമുള്ള ആളാണല്ലോ. അപ്പോൾ ഈ സാഹിത്യ ബോധമുള്ള ഒരുപാട് പ്രേക്ഷകരെ വഴിയിൽ വെച്ച് കാണാറുണ്ടോ? ഉണ്ട്. അവരെന്തൊക്കെയാ പറയുന്നത്? മര്യാദയ്ക്ക് പണി നിർത്തണമെന്ന്? അല്ല, ഈ പണി നിർത്തണമെന്നല്ല, പക്ഷെ എന്റെ കവിതകളൊക്കെ അവർക്ക് ഇഷ്ടമാണെന്ന് പറയാം. കാവ്യാലാപനം തുടരണം എന്ന് പറയും. അപ്പോൾ ഇടുക്കിയിലെ ഒരു ദേവിക, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു മൂന്നാർ വഴി ഒരു ബസ്സിൽ ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവിക, ഒരുപാട് പേരെ കാണുന്നല്ലേ, സ്മിതയ്ക്കൊന്നും ഓർമ്മിക്കാൻ പറ്റത്തില്ല, എത്രയോ ആൾക്കാർ. അപ്പോൾ ദേവിക സംസാരിക്കുന്നു. സ്പീക്കിംഗ് ഫ്രം ഇടുക്കി. നമസ്കാരം, എൻ്റെ പേര് ദേവിക. ഞാൻ 24ന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് സ്മിതയോടാണ്. വാർത്ത വായിക്കുന്നതിനോടൊപ്പം തന്നെ കവിത ചൊല്ലണ കേട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ കാണാറുമുണ്ട്. ശ്രീകണ്ഠൻ സാറിനെ കുറിച്ച് ഒരു കവിത ചൊല്ലാമോ?
ചൊല്ലണം. അതാണ് അതിന്റെ കാര്യം. ആരാധിക ചോദിച്ചാണ് ചൊല്ലണം. ഓക്കെ. അല്ല പേരാവണമെന്നില്ല ഒരു പുരുഷന്. നിസ്തുല നിന്നെ നീ അങ്ങോട്ട് അത്രയ്ക്ക് ഉയർന്നിട്ടില്ല എനിക്കല്ല ദേവിക്ക്. ദേവിക ചങ്ങമ്പുഴയുടെ കവിതയാണ്, രമണനിലുള്ള വരികളാണ്. അപ്പൊ സാറിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നാവുന്നതാണ്. നമ്മുടെ ഒരു കുടുംബം പോലെയാണ്, നമ്മുടെ കുടുംബത്തിലെ നാഥനാണ് സാറ്. പലപ്പോഴും ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ വന്ന് നിൽക്കുമ്പോഴും പല എന്നെ അനാഥനാക്കരുത്. ഇല്ല ഞങ്ങൾ ഒരിക്കലും ആക്കില്ല. ഒരിക്കലും ആക്കില്ല. നമ്മൾ ആ ഒരു വികാരത്തോടുകൂടി അത് തന്നെയാണ് ദേവിക. ഇപ്പൊ നമ്മൾ കവിത ചൊല്ലുന്നു, അതിന്റെ 2 വരിയാണത്. നിസ്തുല നിന്നെ നീ ആയിട്ടു കാണുവാൻ അത്രയ്ക്കുയർന്നിട്ടില്ല അന്യരാരും. കാരണം നമ്മൾ പലപ്പോഴും പല ചാനലുകളെ കുറിച്ച് നമ്മൾ ആദ്യം വരുമ്പോൾ ഏത് ചാനലിലാന്ന് പേര് പറയില്ല. അപ്പോൾ SKN പറയും അത് പറഞ്ഞോളൂ. ഇപ്പം നമ്മൾ കവിത ചൊല്ലുന്നു, ചൊല്ലിക്കോളൂ. വിജയകുമാറിന് എന്താണ് അതിന്റെ പേരേ മറന്നു, കൊട്ടാണെങ്കിൽ അത്, പ്രവിതയ്ക്ക് ഡാൻസ്, അതെല്ലാം തരുന്ന ഒരു വാർത്താ ചാനൽ. അത് തീർച്ചയായിട്ടും സാറിന്റെ ഒരു സ്നേഹത്തണൽ തന്നെയാണ്. എന്നാൽ സ്മിതയുടെ ഈ കവിത കൊണ്ട് കേട്ടോ വിനാശത്തിലേക്ക് വീണുപോയ ഒരാൾ സംസാരിക്കുന്നു. ഒരു സർപ്രൈസ് വീഡിയോ ആണ്, ഞാൻ പ്രത്യേകിച്ച് കളക്ട് ചെയ്തതാ. പ്ലേ. Hello 24, hi to everybody watching at home. ഞാൻ മാളു, ഞാൻ അബുദാബിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. I just wanted to say a quick hello to all of our അവതാര പുലികൾ and to SKN, and my biggest hello to my അമ്മ. അമ്മി, I miss you so much, and എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, കൊച്ചി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരാൻ പറ്റിയെന്ന് I'm so happy. I just wanted to ask a question to SKN. ഞാൻ 4-5 വയസ്സൊക്കെ ഉള്ളുമ്പോൾ SKN TV കാണാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. And ഇപ്പോൾ 2024 നിൽക്കുമ്പോഴും SKN manages to be the most relevant, the most exciting thing on TV. അപ്പോൾ how do you manage to stay so relevant, and how do you manage to be so creative and contemporary? ഇപ്പോൾ ഉള്ള ചെറിയ പിള്ളേരെക്കാളും ഒക്കെ way more ahead of the curve ആണ് SKN's ideas and concepts. How do you manage to do this? I'm just very curious. And yeah, see you all very soon. This is Abu Dhabi. Yeah, see you very soon. Bye. Okay, thank you. ഇത് മാളു എന്ന പെൺകുട്ടിയാണ്. സ്മിതയായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്, മകളാണ്. ഈ മാളു, അതായത് സ്മിതയുടെ മകൾ ഇപ്പൊ ചോദിച്ചത്, ഗോപി ഞാനും ആഷ്മിയും ഒക്കെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, സാറിന് ഇതെങ്ങനെ പറ്റുന്നു? പ്രൊമോട്ടഡ് കാര്യം ദീപക് തരമടത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മാളു ചോദിക്കുന്നൊരു ചോദ്യം, അതായത് സ്മിതയെ പോലെ, മാളുവിൻ്റെ അമ്മയാണല്ലോ സ്മിത, എത്രയോ പ്രതിഭാധനരായ ആളുകൾ 24-ലും ഫ്ലവേഴ്സിലും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കരുത്തിലാണ് നമ്മുടെ മുന്നേറ്റം. ഇതൊരു സംഘടിതമായ നീക്കമാണ്. ഉത്സാഹ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഞാൻ ചിലപ്പോൾ കയറിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാളു ചോദിക്കുന്നതിനുള്ള ചോദ്യം എന്നോടും ചില ആൾക്കാർ ചോദിക്കുന്നത്, നമുക്ക് ഒരു സ്മിതയെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഒരു അതിഥി നേരിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അതായത് ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് കവിതയിൽ ചോദിച്ച പോലെ ചോദിക്കാൻ സമയമാകുന്നു. അപ്പോൾ സ്മിതയ്ക്ക് പരിചയമുണ്ടോ എന്ന് ആലോചിച്ചോളൂ. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ട ആളാണ്. വരിക സഹചരെ. അമ്മയാണോ? ഇവിടെ സ്മിതയുടെ അമ്മയാണോ? വരൂ. മണിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മണി 71-കാരിയായ മണി വെണ്ണല. വരൂ. അമ്മ ഇങ്ങോട്ട് വന്നു. നമസ്കാരം. ഈ അമ്മയ്ക്ക് സ്മിതയെ അറിയാമോ? സ്മിതയെ TV ഇതല്ല, അത് ഇതാണ് സ്മിത. അമ്മേ, ഞാൻ ചുമ്മാ പറഞ്ഞു സ്മിതയെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി. അമ്മയ്ക്ക് സ്മിതയായിട്ടൊന്നും ബന്ധമില്ല. ആകെയുള്ള ബന്ധം സ്മിത TV കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 24-ന്റെ സ്ഥിരം പ്രേക്ഷകയാണ് അമ്മ. മുഴുവൻ സമയം ആഷ്മിയൊക്കെ എപ്പോഴും കാണുന്ന അമ്മയെ 24-നെ കുറിച്ചുള്ള അഭിപ്രായം, അമ്മയ്ക്ക് എന്ത് അഭിപ്രായം പറയാം? അമ്മ ചീത്ത വിളിച്ചാലും ഞാൻ കുഴപ്പമില്ല. ചാനലിനെ വെട്ടാൻ വേറെ ഒരു ചാനലും ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അമ്മ എവിടെ താമസിക്കുന്നത്? ഞാൻ വെണ്ണല. എന്താ അമ്മ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോ? ഞാനിപ്പോൾ ഒരു ട്രാവലറിൽ കുട്ടികളെ കൊണ്ടുപോകാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മക്ക് 24 കാണാനും കേൾക്കാനും സമയമുണ്ടോ? ഉണ്ട്. കാലത്ത് 7 മണി കഴിഞ്ഞിട്ട് 8:30 കാണാനേ നേരമുള്ളൂ. അപ്പൊ കാണുന്നു. അമ്മയുടെ വീട്ടിലാരൊക്കെ ഉള്ളത്? ഇപ്പോൾ ഞാൻ തനിച്ച് താമസിക്കുന്നു. ചുറ്റും എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ്,
അടുത്തില്ലെങ്കിലും സപ്പോർട്ടിങ് ഉണ്ട്. അപ്പോൾ അമ്മയെ വളരെ സന്തോഷം അമ്മയുടെ വന്നതിൽ. ഓക്കെ. അപ്പോൾ മാത്രമല്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഈ പരിപാടിയുടെ അവസാനമൊക്കെ ചില പ്രേക്ഷകരെ നമ്മൾ നേരിട്ട് കാണും. സന്തോഷമില്ലേ അത്? നമുക്ക് സന്തോഷമില്ലേ? ഞങ്ങളെല്ലാം ഹാപ്പി ആയി. എല്ലാവരും നേരിട്ട് കാണണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടില്ലേ? കണ്ടു. ഓക്കെ. എല്ലാവരെയും കണ്ടു. ഓക്കെ, സന്തോഷം. അപ്പോൾ ഈ ഒരു നല്ല സന്തോഷത്തോടെ നമുക്ക് വിജയകുമാർ, നമുക്ക് ഇന്നത്തെ അവതാരപ്പുലികൾ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ അവതാരപ്പുലികൾ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് നമുക്ക് ഒന്നിച്ച് കാണാം. ഇനിയിപ്പോൾ നമുക്ക് ന്യൂ സൂപ്പർ ഫാസ്റ്റിൻ്റെ ഊഴമാണ്. ഗോകുൽ രവി ചേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു രാത്രി ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.